ഹായ് എവരി വൺ. എലിസബത്തൻ ലിറ്ററേച്ചർ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. We were discussing the Elizabethan literature and there were some prominent literary figures in that time. So we have already covered Edmund Spenser and the second one is Sir Philip Sidney. Okay, so we know that this Elizabethan period was a glorious or the golden period of literature. ചരിത്രത്തിൽ എലിസബത്തൻ പീരീഡിനെ നമ്മൾ വായിക്കുമ്പോൾ ലിറ്ററേച്ചറിന് നന്നായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്ന, ലിറ്ററേച്ചറിന് കൃത്യമായിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള, ഒരുപാട് ലിറ്റററി വർക്കുകളും ലിറ്റററി ഫിഗേഴ്സും ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇറ്റ് വാസ് സച്ച് എ ടൈം ദറ്റ് എ ലോട്ട് ഓഫ് ലിറ്റററി ഫിഗേഴ്സ് ഗ്രൂ ഇൻ ദാറ്റ് ടൈം ആൻഡ് എ ലോട്ട് ഓഫ് ലിറ്റററി ഫിഗേഴ്സ് ആൻഡ് ലിറ്റററി വർക്ക് വാസ് ലോഞ്ച്ഡ്. സോ ഹിയർ സർ ഫിലിപ്പ് സിഡ്നി. ആരായിരുന്നു സർ ഫിലിപ്പ് സിഡ്നി? 1554 to 1586 വരെയാണ് ഫിലിപ്പ് സിഡ്നിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ത്രൂ ദിസ് അവർ ടെക്സ്റ്റ് ബുക്ക്. സർ ഫിലിപ്പ് സിഡ്നി വാസ് ഫേമസ് എലിസബത്തൻ courtier, statesman, soldier, poet and patron of scholars and poets. എലിസബത്തൻ പീരീഡിലുള്ള എലിസബത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ആ ഒരു രാജധാനിയിലുണ്ടായിരുന്ന സ്റ്റേറ്റ്സ്മാനൊക്കെ ആയിരുന്ന ഒരു രാജ്യ കാര്യങ്ങളിൽ പോളിസീസൊക്കെ ഇടപെട്ടിരുന്ന, സോൾജിയറായിട്ട് ഉണ്ടായിരുന്ന, പോയറ്റായിട്ടുണ്ടായിരുന്ന, ഓക്കെ അതായത് രാജകീയമായിട്ട് സ്റ്റേറ്റ് പോയറ്റ് എന്നൊക്കെ പറയുന്ന അങ്ങനെ. അതുപോലെ തന്നെ ഒരു കവിയായ, ഒരു പാട്രോൺ ഓഫ് സ്കോളേഴ്സ് ആൻഡ് പോയറ്റ്സ്. അതായത് ഓരോരോ സ്കോളേഴ്സിനും ഓരോരോ പാട്രോൺ ഉണ്ടാവും, ഒരു രക്ഷാധികാരി എന്നൊക്കെ പറയുന്ന ഒരു ചുമതല ഉണ്ടായിരുന്നു. ഒരു പോയറ്റ്സിനൊക്കെ ഇന്ന ആളെ പാട്രോണാക്കി വെച്ചാൽ നല്ല അംഗീകാരം ഉണ്ടാവും. ആ രീതിയിലൊക്കെ ഒരുപാട് പാട്രോൺസൊക്കെ ഉണ്ടായിരുന്ന, ഒരുപാട് സ്കോളേഴ്സ് തൻ്റെ പാട്രോണായിട്ട് സ്വീകരിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഫിലിപ്പ് സിഡ്നി അന്നേരമുള്ള ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു. കോർട്ടിയർ ആയിരുന്നു, സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, കവിയായിരുന്നു, പാട്രോൺ ഓഫ് സ്കോളേഴ്സ് ആൻഡ് പോയറ്റ്സ് ആയിരുന്നു. പിന്നെ ഹി വാസ് ബോൺ ഓൺ November 30, 1554 at Kent, England and died on October 17 in 1586. ഓക്കെ, കെൻറ്റിലാണ് ജനിച്ചത്, മരിക്കുന്നത് 1586 അറ്റ് ആൻഹെം, നെതർലാൻഡ്സിലാണ് മരിക്കുന്നത്. ഹി ഹാസ് ബീൻ കൺസിഡേർഡ് ദ ഐഡിയൽ ജെൻറ്റിൽമാൻ ഓഫ് ഹിസ് ഡേ. അന്നേരമുള്ള ഒരു ഉദാത്ത പുരുഷനായിട്ട്, ഒരു ഐഡിയൽ ജെൻറ്റിൽമാനായിട്ടായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു മാതൃകാ പുരുഷൻ, ഒരു ജെൻറ്റിൽമാൻ ഒക്കെ ആയിട്ടായിരുന്നു അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. ആഫ്റ്റർ ഷേക്സ്പിയർസ് സോനറ്റ്സ്, സിഡ്നീസ് ആസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല ഈസ് കൺസിഡേർഡ് ദ ഫൈനസ്റ്റ് എലിസബത്തൻ സോനറ്റ് സൈക്കിൾ. അപ്പം ഷേക്സ്പിയറിൻ്റെ സോനറ്റിന് ശേഷം സിഡ്നിയുടെ ആസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല എന്ന സോനറ്റായിരുന്നു ഏറ്റവും കേളികേട്ട, ഏറ്റവും തികഞ്ഞ ഒരു എലിസബത്തൻ സോനറ്റ് എന്ന് പറയുന്നത്. ദ ഡിഫൻസ് ഓഫ് പോയസി, നമുക്കറിയാലോ, ഞാൻ സ്റ്റീഫൻ ഗോസനെതിരെ ദ ഡിഫൻസ് ഓഫ് പോയസി എന്ന കവികൾക്കെതിരെയൊക്കെ സ്റ്റീഫൻ ഗോസൻ എഴുതിയപ്പോൾ, അല്ലെങ്കിൽ പ്യൂരിറ്റൻ ആയിട്ടുള്ള സ്റ്റീഫൻ ഗോസൻ എഴുതിയപ്പോൾ അതിനെ പ്രതിവചിച്ചുകൊണ്ട് എഴുതിയ ലിറ്റററി ക്രിറ്റിസം, ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ക്രിറ്റിസം വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അതും ദ ഡിഫൻസ് ഓഫ് പോയസി ഇൻട്രൊഡ്യൂസ് ദ ക്രിട്ടിക്കൽ ഐഡിയാസ് ഓഫ് റിനസൻസ് തിയറീസ് ടു ഇംഗ്ലണ്ട്. അപ്പം ആ ഒരു ക്രിട്ടിക്കൽ ഐഡിയാസൊക്കെ ഇംഗ്ലണ്ടിനെ സമർപ്പിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിലിപ്പ് സിഡ്നിയാണ്. In 1568 he began a 3-year period of studies at Christ Church, Oxford, afterward travelling in Europe between May 1572 and June 1575. This helped to perfect his knowledge of Latin, French, Italian. അപ്പോൾ ഇങ്ങനെ ഓക്സ്ഫോർഡ് പഠനത്തിന് ശേഷം, ക്രൈസ്റ്റ് ചർച്ചിലുള്ള ഓക്സ്ഫോർഡ് പഠനത്തിന് ശേഷം ഒരുപാട് ട്രാവൽ ചെയ്തു. അങ്ങനെ ലാറ്റിനും ഫ്രഞ്ചും ഇറ്റാലിയനും ഒക്കെ പഠിച്ചു. He gained first-hand knowledge of European politics and became acquainted with many Europe's leading statesmen. അപ്പം ഒരുപാട് യൂറോപ്യൻ പോളിസിസ്റ്റുകളായിട്ടൊക്കെ, സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ രാജ്യകാര്യങ്ങളൊക്കെ, രാജ്യതന്ത്ര കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളായിട്ട് യൂറോപ്പിൽ നേരിട്ടുള്ള ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൊളിറ്റിക്സിലൊക്കെ, യൂറോപ്യൻ പൊളിറ്റിക്സിൽ ഇടപെടാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അദ്ദേഹത്തിന് കിട്ടി. ഹിസ് ഫസ്റ്റ് കോർട്ട് അപ്പോയിൻമെൻറ്റ് കെയിം ഇൻ ദി ഇയർ 1576. അപ്പോൾ രാജധാനിയിൽ കോർട്ടിലേക്ക് ആദ്യമായിട്ട് താൻ ക്ഷണിക്കപ്പെടുന്നത്, അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെടുന്നത്
1576. And I think it's not important, that much important. We can just ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറഞ്ഞ ഈ അസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല ദ ഡിഫൻസ് ഓഫ് പോയസി എന്നുള്ള ആ വർക്കുകൾ ഓർമ്മ വെക്കുക. പിന്നെ ഹിസ് ഫസ്റ്റ് കോർട്ട് അപ്പോയിൻമെൻറ്റ് കെയിം ഇൻ 1566. And 1577, when he was only 22, he was sent as ambassador to the German Emperor Rudolf II and Louis VI, carrying Queen Elizabeth's condolences on the deaths of their fathers. അപ്പോൾ അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ, ലൂയിസിൻ്റെയും റൂഡോൾഫ് ടൂവിൻ്റെയും അച്ഛൻ മരിച്ചപ്പോൾ അവർക്കൊരു അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൻ്റെ രാജ്ഞി ഇയാളെയാണ്, ഫിലിപ്പ് സിഡ്നിയാണ് അറിയിക്കുന്നത്. ആദ്യമായിട്ട് അങ്ങനെയാണ് ഒരു കോട്ടൺ അംബാസഡറായിട്ട് പോകുന്നത്. 22-ാം വയസ്സിലാണായിരുന്നത്. ഇൻ ജനുവരി 1583 ഹി വാസ് നൈറ്റഡ്. അദ്ദേഹം നൈറ്റഡ് ആയിട്ട് അപ്പോയിൻമെൻറ്റ്, നൈറ്റ് ഇൻ ദ സെൻസ് ഇന്നത് ഒരു പദവിയാണ്, ഒരു സർ പദവിയൊക്കെ പോലെ ഒരു യോദ്ധാവ് ഒരു പദവിയാണത്. ഇൻ 1578 he composed a pastoral playlet, The Lady of May, for the Queen Elizabeth. ക്വീൻ എലിസബത്തിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു പ്ലേ അദ്ദേഹം എഴുതുകയാണ്. പാസ്റ്റോറൽ പ്ലേലെറ്റ്, The Lady of May for Queen Elizabeth. By 1580 he had completed a version of his heroic prose romance, The Arcadia. 1580 ആകുമ്പോഴേക്കും തൻ്റെ ഹീറോയിക് പ്രോസ് റൊമാൻസ് ആയിട്ടുള്ള ആർക്കേഡിയ കംപ്ലീറ്റ് ചെയ്തു. ആർക്കേഡിയ എന്ന തൻ്റെ രചന കംപ്ലീറ്റ് ചെയ്തു. ആർക്കേഡിയ വളരെ ഫേമസ് ആണ് കേട്ടോ, പ്ലീസ് നോട്ട് ആർക്കേഡിയ. ഇറ്റ് ഈസ് എൻ intricately plotted narrative of 180,000 words. വളരെ സങ്കീർണമായിട്ട് എഴുതിയ ഒരു നറേറ്റീവായി എഴുതിയിട്ടുള്ള, അതായത് 180,000 വാക്കുകൾ കൊണ്ട് എഴുതിയിട്ടുള്ളൊരു വർക്കായിരുന്നു അത്, ആർക്കേഡിയ കേട്ടോ. ഇൻ 1582 ഹി കമ്പോസ്ഡ് എ സൊനറ്റ് സീക്വൻസ്, അസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല. അപ്പോൾ അസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല 1582 1582 ആ ഒരു സൊനറ്റ് വരുന്നത്. ദാറ്റ് റിക്കൗണ്ട്സ് എ കോർട്ടിയേഴ്സ് പാഷൻ ഇൻ ഡെലിക്കേറ്റ്ലി ഫിക്ഷനൈസ്ഡ് ടേംസ്. വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫിക്ഷണലായിട്ടുള്ള, ഫാൻറ്റസി ആയിട്ടുള്ള ഒരു ട്യൂണിലാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്, അസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല. അപ്പം അത് ഒരു കോർട്ടിയറിൻ്റെ പാഷനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഒരു കോർട്ടിയനായിട്ടുള്ള ഒരാളുടെ രാജാവിൻ്റെ കീഴിൽ കിടക്കുന്ന, അവിടെ ഒരു കോട്ടലുള്ള രാജാവിൻ്റെ കോട്ടലുള്ള ഒരാളുടെ ഒരു പാഷൻ, വളരെ നൈർമല്യമുള്ള വിചാരങ്ങളെക്കുറിച്ചുള്ള ഒരു എഴുത്താണ് അസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല. ദീസ് സൊനറ്റ്സ്, വിറ്റി ആൻഡ് ഇംപാഷൻഡ്, ബ്രോട്ട് എലിസബത്തൻ പോയട്രി അറ്റ് വൺസ് ഓഫ് ഏജ്. അപ്പം ഈയൊരു സൊനറ്റ് വളരെ വിറ്റി ആയിട്ടുള്ള, നർമ്മോക്തിയുള്ള, വളരെ ഇംപാഷൻഡ് ആയിട്ടുള്ള, ബ്രോട്ട് എലിസബത്തൻ പോയട്രി അറ്റ് വൺസ് ഓഫ് ഏജ്. About the same time he wrote The Defense of Poesy, an urbane and eloquent plea for the social value of imaginative fiction, which remains the finest work of Elizabethan literary criticism. But Defense of Poetry ഒരു അർബൈൻ ഇലോക്വൻ്റ് ഒരു പ്ലേ ആയിട്ടുള്ള, ഒരു പരിഷ്കൃതമായിട്ടുള്ള, അർബൈൻ ആൻഡ് ഇലോക്വൻ്റ് എന്നുള്ള വാക്ചാതുര്യമുള്ള ഒരു പ്രത്യുത്തരം, ഒരു വാദമാണ് ഫോർ ദ സോഷ്യൽ വാല്യൂ ഓഫ് ഇമേജിനേറ്റീവ് ഫിക്ഷൻ. ആ ഒരു സാമൂഹ്യ മൂല്യത്തെക്കുറിച്ച്, ഇമേജിനേറ്റീവ് ഫിക്ഷൻ്റെ സാമൂഹ്യമായ മൂല്യത്തെക്കുറിച്ച് ഒരു വളരെ മനോഹരമായിട്ടുള്ള, പരിഷ്കൃതമായ തൻ്റെ ശൈലിയിൽ എഴുതിയിരിക്കുന്ന ഒരു ക്രിട്ടിക്കൽ വർക്കാണ്. എലിസബത്തൻ ക്രിറ്റിസിസത്തിലൊരു ഫൈനസ്റ്റ് ആയിട്ടുള്ള, നല്ലൊരു ഏടായിട്ട് ഉള്ള ഒരു കൃതിയാണ് ദ ഡിഫൻസ് ഓഫ് പോയസി. സിഡ്നി വാസ് എമംഗ് ദ ഫ്യൂ ഇംഗ്ലീഷ്മെൻ ഓഫ് ഹിസ് ടൈം വിത്ത് എനി ഇൻട്രസ്റ്റ് ഇൻ ദി ന്യൂലി ഡിസ്കവേർഡ് അമേരിക്കാസ്, ആൻഡ് ഹി സപ്പോർട്ടഡ് മാരിടൈം എക്സ്പ്ലോറേഷൻ ബൈ ദ നാവിഗേറ്റർ സർ മാർട്ടിൻ ഫ്രോബിഷർ. അതെ, സിഡ്നിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ അമേരിക്ക കണ്ടെത്തിയൊരു സമയമായിരുന്നല്ലോ. അമേരിക്ക കണ്ടെത്തിയപ്പോൾ അതിനെ ഈ സാധാരണ എഴുത്തുകാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പ്രതികൂലിക്കുകയോ ഒന്നും ചെയ്യില്ല. ജസ്റ്റ് മീൻസ് ദേ വർ ഇംപാഷൻ, ദേ ഡോണ്ട് കെയർ
these type of policies or statements affairs. But actually Sidney was among the few Englishmen of his time with any interest in the newly discovered Americas, and he supported maritime exploration. അങ്ങനെ നാവികമായിട്ടുള്ള ഈ എക്സ്പ്ലോറേഷൻസ് അയാൾ സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് കീഴിൽ സർ മാർട്ടിൻ റോബിഷറിൻ്റെ കീഴിലുള്ള ഈ എക്സ്പ്ലോറേഷൻ. സിഡ്നി ലേറ്റർ ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ ദി പ്രോജക്റ്റ് ഓഫ് ടു എസ്റ്റാബ്ലിഷ് ദ അമേരിക്കൻ കോളനി ഓഫ് വെർജീനിയ. പിന്നീട് ആ ഒരു പ്രൊജക്റ്റിനെ അദ്ദേഹം അനുകൂലിക്കുകയുണ്ടായിരുന്നു. ഒരു വെർജീനിയ എന്ന ഒരു കോളനി ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റിനെ അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടിയാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്. സെൻഡ് ഔട്ട് ബൈ സർ വാൾട്ടർ റാലെ, ആൻഡ് ഹി ഇൻറ്റൻഡഡ് ടു സെറ്റ് ഔട്ട് ഹിംസെൽഫ് ഇൻ ആൻ എക്സ്പെഡീഷൻ വിത്ത് സർ ഫ്രാൻസിസ് ഡ്രേക്ക് അഗൈൻസ്റ്റ് സ്പാനിയാർഡ്സ്. അങ്ങനെ ഒരു അമേരിക്കൻ കോളനി അതിന് ശേഷം സർ വാൾട്ടർ റാലെ അദ്ദേഹത്തെ ഒരു എക്സ്പെഡീഷന് വേണ്ടിയിട്ട് ഫ്രാൻസിസ് ഡ്രേക്കിന് എതിരെ, അതായത് സ്പെയിനുകാർക്കെതിരെയുള്ള ഒരു എക്സ്പെഡീഷന് ഒക്കെ അദ്ദേഹത്തിനെ ചേർക്കുന്നുണ്ട്, കൂടെ കൂട്ടുന്നുണ്ട്. മോർ ദാൻ 40 വർക്ക്സ് ബൈ ഇംഗ്ലണ്ട് ആൻഡ് യൂറോപ്യൻ ഓതേഴ്സ് വർ ഡെഡിക്കേറ്റഡ് ടു ഹിം. ഏതാണ്ട് 40-ൽ കൂടുതൽ വർക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വർക്ക്സ് ഓഫ് ഡിവിനിറ്റി, അത് ഡിവിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ആൻഷ്യൻ ആൻഡ് മോഡേൺ ഹിസ്റ്ററിയിലെ ദൈവികമായിട്ടുള്ള ഡിവോഷനായിട്ടുള്ള സംഗതിയുണ്ട്. പ്രാകൃത ആൻഷ്യൻ്റും അതുപോലെ തന്നെ ആധുനികവുമായ ചരിത്രങ്ങളുണ്ട്, ജോഗ്രഫി ഉണ്ട്, മിലിറ്ററി അഫയേഴ്സ് ഉണ്ട്, ലോ ഉണ്ട്, ലോജിക്, മെഡിസിൻ, പോയട്രി, ഇതൊക്കെ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്ത വർക്കുകളുണ്ട്. ദിസ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ഹിസ് ബ്രെഡ്ത്ത് ഓഫ് നോളജ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജ്ഞാനപരപ്പിനെ, ഒരു അറിവിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എമംഗ് ദ മെനി പോയറ്റ്സ് ആൻഡ് പ്രോസ് റൈറ്റേഴ്സ് ഹു സോട്ട് ഹിസ് പാറ്റനേജ് വേർ എഡ്മണ്ട് സ്പെൻസർ. അദ്ദേഹത്തിൻ്റെ പാട്രണേജ് സ്വീകരിച്ച കവികളായിരുന്നു എഡ്മണ്ട് സ്പെൻസറും എബ്രഹാം ഫ്രോൺസും തോമസ് ലോഡ്ജും ഒക്കെ. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരാളുടെ രക്ഷാധികാരം ഈ പാട്രണേജ് സ്വീകരിക്കണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ പാട്രണേജ് സ്വീകരിച്ചത് വലിയ വലിയ എഴുത്തുകാരൊക്കെയായിരുന്നു. അതായത് എഡ്മണ്ട് സ്പെൻസറും തോമസ് ലോഡ്ജിനെ പോലെയൊക്കെയുള്ള വലിയ. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫിലിപ്പ് സിഡ്നി. ഫിലിപ്പ് സിഡ്നിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആ സമയത്തുണ്ടായിരുന്നത്, ഓക്കെ, ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിട്ടുണ്ടായിരുന്നു, ഒരു ഭയങ്കര ലിറ്റററി ഫിഗറാണ്, പിന്നെ പോയറ്റാണ്. അസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല, ഡിഫെൻസ് ഓഫ് വൈസി എന്നുള്ള പ്രധാന വർക്കുകൾ, പിന്നെ ആർക്കേഡിയ എന്നുള്ള 1,80,000 വേർഡ്സ് കൊണ്ട് എഴുതിയ വർക്ക്. അപ്പോൾ ഇങ്ങനെ വളരെ ഒരു ചെറിയൊരു വിവരണം കൊണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഈ അദ്ദേഹം നടത്തിയ എക്സ്പ്ലോറേഷനെ കുറിച്ചും അതിനെക്കുറിച്ചൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ഒരു അദ്ദേഹത്തിൻ്റെ അമേരിക്കയിൽ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മാരിടൈം എക്സ്പ്ലോറേഷൻസ് വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. സോ ദാറ്റ് ഹി കുഡ് ഗോ ടു സം പ്ലേസസ് ആൻഡ് ഹി വാസ് എ സോൾജിയർ അറ്റ് ടൈംസ്. ഇടയ്ക്ക് അദ്ദേഹം സോൾജിയർ ആയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്